നമസ്കാരം സുഹൃത്തുക്കളെ. ഇത് നമ്മൾ ഒരുപാട് അഭിമാനത്തോടെ പറയേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മുടെ രാജ്യം ഈ ലോകത്തിൽ വെച്ച് തന്നെ ഒരുപാട് ചെറുപ്പക്കാരുള്ള രാജ്യമാണെന്ന് പറയാം. ഇപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ചെറുപ്പക്കാർക്ക് വേണ്ടി ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ഈ ചെറുപ്പക്കാരൊക്കെ വലിയൊരു പ്രശ്നവും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് സബ്സ്റ്റൻസ് അബ്യൂസ് അല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ചെറിയ കുട്ടികൾ വരെ ലഹരിക്കടിമയാകുന്നു. അവയൊക്കെ എന്താന്ന് വെച്ചാൽ സിഗരറ്റ്, ആൽക്കഹോൾ, ഡ്രഗ്സ്, കൂടാതെ മറ്റു ചില ഇഞ്ചക്റ്റബിൾ ഡ്രഗ്സ്. ഇതുകൊണ്ട് കുട്ടികളുടെയൊക്കെ ആരോഗ്യ പ്രശ്നം മാത്രമല്ല, അവരുടെ കുടുംബത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കൂടാതെ മുഴുവൻ രാജ്യത്തെയും ഇത് ബാധിക്കുന്നുണ്ട്. പക്ഷേ കൃത്യസമയത്ത് ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് പുറത്തു വരിക എന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ കരൺ മെഹ്റയും അദ്ദേഹത്തിന്റെ കുടുംബവും. നിങ്ങൾക്കത് കാണണ്ടേ? അല്ല കരണോ, നീ എത്തിയോടാ? കെമിസ്ട്രി ടെസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? അതൊക്കെ നന്നായിട്ട് എഴുതിയമ്മേ. നിനക്ക് എന്തെങ്കിലും വേണോ? ചായയോ കാപ്പിയോ കഴിക്കാൻ എന്തെങ്കിലും വേണോ? എനിക്കൊന്നും വേണ്ടെന്ന്. Always on a high, I'm always on a high. Nothing can stop me, I'm dead right. Nothing can stop me, I'm dead right. Always on a high. ഗുഡ് മോർണിംഗ്. എവിടെ നിന്റെ പുന്നാര മകൻ? ഡാ മോനെ, കാലത്ത് തന്നെ നിന്റെ അച്ഛനെ അമ്മേനെ നിനക്ക് കണ്ടൂടെ? ഒരു ഹലോ, ഗുഡ് മോർണിംഗ് ഒന്നുമില്ല. ഗുഡ് മോർണിംഗ് മോം. ഗുഡ് മോർണിംഗ് ഡാഡ്. സോറി, എനിക്ക് കുറച്ച് ഋഷി വന്നിട്ടുണ്ട്. ഞാനൊന്ന് ഇറങ്ങുവാണേ. എന്തെങ്കിലും കഴിച്ചിട്ട് പോ. ഞാൻ കോളേജിൽ പോയി കഴിച്ചോളാം. നിങ്ങൾ കണ്ടോ? അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? എന്ത് പറയാനാ, അവനെന്താ കൊച്ചുകുട്ടിയാണോ? ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇതിനൊന്നും ഉത്തരം പറയാൻ എനിക്ക് സമയമില്ല. ഞാൻ എൻ്റെ ബിസിനസ് നോക്കണോ അതോ നിന്റെ കൂടെ ചേർന്ന് നിന്റെ മോനെ ശ്രദ്ധിക്കണോ? ആകെ ഒരു മോനല്ലേ ഉള്ളൂ. അവനെ നിനക്ക് നിന്റെ കൺട്രോളിൽ വെക്കാൻ പറ്റുന്നില്ലേ? ഹേ ബ്രോ, എന്നാ പോവാം. ഗുഡ് ബ്രോ. ആ Always on a high, I'm always on a high. Nothing can stop me, I'm dead right. Always, always, always on a high. See me somewhere, this is how I fly. Always, always, always on a high. See me somewhere, this is how I fly. Nothing can stop me, I'm dead right. Nothing can stop me. നിർത്ത്. ഹെഡ്ലൈറ്റ് ഓണിൽ തന്നെ ഇരിക്കട്ടെ. ഹായ് ഡാഡ്, ഇതെന്റെ ഫ്രണ്ടാ ഋഷി. നമസ്കാരങ്ങൾ. കരൺ, come inside. ഇതാ വരുന്നു ഡാഡ്. ഈ ഋഷി നിന്റെ ക്ലാസ്മേറ്റ് ആണോ? അല്ല ഡാഡ്, അവൻ സെക്കൻഡ് ഇയർ ബികോം ആണ്. പക്ഷെ നിന്നെക്കാളും പ്രായം തോന്നുന്നല്ലോ. നിന്റെ സീനിയറോ? 11th സ്റ്റാൻഡേർഡിലെ കുട്ടികളെ ആരെയും നിനക്ക് സുഹൃത്തായി കിട്ടിയില്ലേ? ഫ്രണ്ട് ആവുന്നതും വയസ്സും തമ്മിൽ എന്ത് ബന്ധമുള്ളത് അമ്മേ? അമ്മയും ടീൻ ആൻറ്റിയും തമ്മിൽ 5 വയസ്സിന്റെ വ്യത്യാസമില്ലേ? എന്നിട്ട് ആൻറ്റി അല്ല അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പൊ പിന്നെന്താ? ഋഷി ഒരു നല്ല പയ്യനാ.
ഞങ്ങളുടെ വേലങ്തും സെയിമാ. പഠിക്കുന്ന കാര്യത്തിൽ അവനെന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അവൻ്റെ ഏത് വേവിന് എന്ത് ലെങ്താണെന്ന് നിന്റെ കൂട്ടുകാരന് കാണുമ്പോഴേ മനസ്സിലാവുന്നുണ്ട്. എൻ്റെ അടുത്ത് ഒരുപാട് സ്മാർട്ടായിട്ട് അഭിനയിക്കല്ലേ. നാളെ തൊട്ട് നീ ആ ഋഷിയുമായിട്ട് സംസാരിക്കരുത്, മനസ്സിലായോ? ശരി ഡാഡ്. ആ പിന്നെ നാളെ നിന്റെ മുത്തശ്ശൻ വരുന്നുണ്ട്, സോ നീ വീട്ടിലുണ്ടാവണം, ശരി, മനസ്സിലായോ? മനസ്സിലായി. ഹായ് പ്രിയ, ഞാൻ നിന്റെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഷോയ്ക്ക് വേണ്ടി ഞാൻ എല്ലാം റെഡിയാക്കി. പിന്നെ നമുക്ക് മൂവി കഴിഞ്ഞിട്ട് എന്തുപറ്റി? നിനക്ക് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എടോ, ഞാൻ ഓൾറെഡി ടിക്കറ്റ് വരെ ബുക്ക് ചെയ്തതാ. എനിക്കിത് വിശ്വസിക്കാനാവില്ല. അപ്പോൾ നിനക്ക് എന്നേക്കാൾ പ്രധാനം നിന്റെ നായയാണോ? നോ നോ പ്രിയ, നീയാണ് ഇപ്പൊ സെൽഫിഷ് ആയത്. നീയും നിന്റെ നായ എവിടെങ്കിലും പോയി തൊലയി. ജസ്റ്റ് ഗോ ടു ഹെൽ. എന്റെ അനുവാദം ഇല്ലാതെ എന്റെ റൂമിലേക്ക് വരുന്നത് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. എന്താ ഇതൊക്കെ മോനെ? ഒന്നുമില്ലമ്മേ, ഇത് കോൺസെൻട്രേഷൻ കൂടാനുള്ള ഒരു ആയുർവേദിക് സപ്ലിമെന്റാ. ഇറ്റ്സ് ഓക്കെ, ഇതൊന്നും അത്ര വലിയ കാര്യമില്ല. എനിക്കെല്ലാം അറിയാം. നിക്ക് നിക്ക്, നിന്റെ അച്ഛൻ വന്ന ഞാൻ എല്ലാം പറയും. ഓ, പോയി പറയുന്നേ. അച്ഛൻ എന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചിന്തയുണ്ടോ? ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? എനിക്ക് എക്സാമിന് പഠിക്കാനുള്ളതാ. ഒന്ന് വേഗം ഫോൺ എടുക്ക്. ഹായ് ടീന, നീ എവിടെയാ? ഞാൻ ഇപ്പോഴാ സെന്ററിലോട്ട് വന്നേ. എന്തു പറ്റി മീര? ഓൾ ഓക്കെ? അല്ല ടീന, എനിക്ക് പേടിയാവുന്നു. കരണേ ഓർത്ത്. നീ ഒന്ന് വേഗം ഇങ്ങോട്ട് വാ. ഓക്കെ ഓക്കെ, ജസ്റ്റ് ഗിവ് മീ സം ടൈം. ഐ ബി ദേർ. ഓക്കെ ഓക്കെ, ബൈ. ഓക്കെ. വിക്രാന്ത്, നീ ചെയ്തത് ശരിയാണ്. വിക്രാന്തിനോടെല്ലാം പറഞ്ഞത് നന്നായി. എപ്പോഴെങ്കിലും അവൻ ഇതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുമല്ലോ. കഴിഞ്ഞ 1-2 പ്രാവശ്യമായിട്ട് കരൺ എന്നെ വന്ന് കണ്ടതുകൂടിയില്ല. നിനക്ക് തന്നെ നന്നായിട്ട് അറിയില്ലേ ഞാനും അവനും തമ്മിൽ എന്ത് നല്ല ബോണ്ടിങ് ഉണ്ടായിരുന്നു എന്ന്. ഐ ഫെൽറ്റ് റിയലി സ്ട്രേഞ്ച്. പക്ഷെ ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഉറപ്പായിട്ടും ഇതൊരു ഡ്രഗ് അബ്യൂസ് കേസ് തന്നെയാണ്. അതെ ടീന, ആദ്യമൊക്കെ എനിക്ക് തോന്നിയത് ഇതൊരു ടീനേജറിന്റെ മൂഡ് സ്വിംഗ് ആയിരിക്കുന്ന. പക്ഷെ ഇപ്പോഴും അവൻ ഒന്നും കഴിക്കുന്നുമില്ല, ഉറങ്ങുന്നുമില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവനെ ഓർത്താണ് എന്റെ വിഷമം. ഡോണ്ട് വറി, ഞാൻ കരണിനെ കൺവിൻസ് ചെയ്ത് അവന്റെ ചെക്കപ്പിന് കൊണ്ടുപോകാം. നമുക്കവനെ നല്ലൊരു അഡോളസൻസ് സ്പെഷ്യലിസ്റ്റിനെ തന്നെ കാണിക്കാം. ആൻഡ് ഐ എം ഷുവർ അദ്ദേഹം അവന് നല്ലൊരു സൊല്യൂഷൻ തന്നെ കൊടുക്കും. യു ഡോണ്ട് വറി, ഹീൽ ബി ഫൈൻ. ടീന, മീര, കരണ് നിങ്ങൾ കറക്റ്റ് ഗൈഡൻസ് ആണ് കൊടുത്തത്. ഡ്രഗ് അഡിക്ഷൻ ഇത് വളരെ അപകടം പിടിച്ചതാണ്. അഡോളസൻ കുട്ടികൾ
ഈ ട്രാപ്പിൽ എപ്പോൾ അകപ്പെടുമെന്ന് അവർക്ക് പോലും അറിയില്ല. കുറേ നാളുകൾ ഇത് ഉപയോഗിച്ചാൽ, അതായത് മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ, അവർ വിഷാദരോഗികളായി മാറാനുള്ള സാധ്യതകളുണ്ട്. ആൻസൈറ്റിയും സംഭവിക്കാം, ലിവർ ഡിസീസിനും സാധ്യതയുണ്ട്, ഹാർട്ട് ഡിസീസും സംഭവിച്ചേക്കാം. അതുമാത്രമല്ല, ചിലപ്പോൾ ജീവൻ അപകടത്തിലായേക്കാം. ആ സമയത്ത് ഫാമിലിയുടെ സപ്പോർട്ടും അവരുടെ കരുതലുമാണ് വളരെ ഇമ്പോർട്ടൻ്റ്. കരണിനെ നിങ്ങൾ ശരിയായ സമയത്ത് തന്നെയാണ് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. നമ്മൾ ചെയ്ത ടെസ്റ്റുകളും അതിൻ്റെ എല്ലാം റിസൾട്ടുകളും ഇവിടെയുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ കരണിനെ എത്രയും പെട്ടെന്ന് നമ്മളൊരു നല്ല റീഹാബിലിറ്റേഷൻ സെൻ്ററിലേക്ക് മാറ്റണം. അവന് ഇപ്പോൾ നല്ലൊരു തെറാപ്പി ആവശ്യമുണ്ട്. ടീന, നിങ്ങൾ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന റീഹാബിലിറ്റേഷൻ സെൻ്ററിൽ അവിടെ എല്ലാവരെയും നോക്കുന്ന ആ ടീം, പിന്നെ നിങ്ങളുടെ റീഹാബ് പ്രോഗ്രാമുകളും വളരെ നല്ലതാണ്. അവിടെ നിന്ന് ഒരുപാട് കുട്ടികൾ ലഹരി വിമുക്തരായി പുറത്തു വരാറുണ്ട്. ഞാൻ കരണിനെ അവിടെ തന്നെയാണ് റെഫർ ചെയ്യുന്നത്. ഡോക്ടർ, കരൺ ഓക്കെ ആവുമല്ലോ അല്ലേ? ഓഫ് കോഴ്സ്, ടെൻഷൻ ആവണ്ട. കരണിന്റെ പ്രശ്നങ്ങളെല്ലാം മാറും. വി ആർ ദേർ ഫോർ ഹിം. താങ്ക് യു ഡോക്ടർ. താങ്ക് യു സോ മച്ച്. മോസ്റ്റ് അങ്ങോട്ട് പോകാൻ ഞങ്ങൾ എല്ലാവരും കരणे കൺവിൻസ് ചെയ്യും. താങ്ക് യു സോ മച്ച് Thank you. ഡോക്ടർ. കരണ ഇവിടെ. മുറിയിലുണ്ടാവും. ഞാൻ നോക്കാം. ഹാ, അച്ഛാ, എന്നെ അനുഗ്രഹിക്കൂ. നമസ്കാരം അച്ഛാ. നല്ലത് വരട്ടെ, അച്ഛൻ നല്ലത് വന്നാട്ടെ. വരട്ടെ. വന്നാട്ടെ. അകത്തേക്ക് വാ. മീര, ദേ അച്ഛൻ വന്നിട്ടുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ നിനക്ക് ഒരുപാട് പ്രാവശ്യം ഫോൺ ചെയ്തിരുന്നു. പക്ഷെ നീ ഫോൺ എടുക്കുകയില്ല, തിരിച്ച് കോൾ ചെയ്യുകയില്ല. എന്താ ഞാൻ ചെയ്യുക? അച്ഛാ, എപ്പോഴും എനിക്ക് എന്തെങ്കിലും ഒരു ഇല്ല. മീറ്റിംഗ് ഉണ്ടാവും. അതുകൊണ്ടാ ഫോൺ ഓഫ് ചെയ്ത് വെക്കുന്നത്. ആ. അല്ലെങ്കിൽ ഞാൻ നമസ്കാരം വിളിക്കാതിരിക്കുവോ? ആ, മോളെ, അല്ല, എന്റെ മോൾക്ക് സുഖം തന്നെയല്ലേ? ആ, എല്ലാം സുഖം നന്നായിട്ട് തന്നെയാ. പോകുന്നില്ലല്ലേ? ആ. ആ, വെരി ഗുഡ്. കണ്ടില്ലേ, ഇവനിപ്പോ വലിയ ആളായി പോയി. അറിയാതെ പോലും ഇവന്റെ ഒരു ഫോൺ പോലും വരില്ല. എന്റെ അച്ഛാ, ഞാൻ എത്ര വട്ടം പറഞ്ഞതാ അച്ഛന് ഞങ്ങളുടെ കൂടെ നിന്നാ എന്താ. പക്ഷെ അച്ഛൻ ആ പഴയ വീട്ടിൽ നിന്ന് വരാൻ താല്പര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അച്ഛനെ ഫോൺ ചെയ്യാറ്. ആ. ഇദ്ദേഹത്തെ വിശ്വസിച്ചിരുന്നാലേ. എന്നാ നിങ്ങൾ സംസാരിക്കേ, ഞാൻ ചായ കൊണ്ടുവരാം. ആയിക്കോട്ടെ. അതെ, കൊറേ നേരമായി നോക്കുന്നത്. എന്റെ കൊച്ചുമോനെ അവിടെ പോയി. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അച്ഛൻ വരുന്നു എന്ന് അറിഞ്ഞപ്പോ തൊട്ട് ഭയങ്കര ഹാപ്പി. മോനെ കരൺ, കരൺ, എടാ മുത്തശ്ശൻ വന്നിട്ടുണ്ട്, വന്നേ. കരൺ, എന്താ ഇത്? ഹായ് അച്ഛാ. ആ, ഹായ് മുത്തശ്ശനോ? അത്രേ ഉള്ളോ? അനുഗ്രഹം വാങ്ങിക്കടാ. നന്നായി വരട്ടെ മോനെ, നന്നായി വരട്ടെ. നിന്റെ പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു മോനെ? സൂപ്പർ അച്ഛാ. ആ, കൊള്ളാം. വെരി ഗുഡ്, വെരി ഗുഡ്. അച്ഛോ കോൾ. എടാ മോനെ, ഒരു കാര്യം പറയട്ടെ. ഈ കരണ്ട് പോക്കത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ത് പറയാനാ അച്ഛൻ, ഒന്നും മനസ്സിലാവുന്നില്ല. അച്ഛൻ തന്നെ കണ്ടില്ലേ, ഇവൻ എങ്ങനെ നന്നാക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അച്ഛാ. അച്ഛാ, ഞാൻ ഇവന് വേണ്ടി എന്താ ചെയ്യാത്തത്? അവൻ എന്തൊക്കെ ചോദിച്ചോ, എന്തൊക്കെ ആഗ്രഹിച്ചോ, അതൊക്കെ ഞാൻ സാധിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ഇവൻ എന്തുകൊണ്ടാ ഇങ്ങനെ ആയത്? നീ പറയുന്നതും ശരിയാ മോനെ. നീ എല്ലാ സൗകര്യങ്ങളും അവന് കൊടുത്തു, എല്ലാവിധ സൗകര്യങ്ങളും കൊടുത്തു. പക്ഷേ നിന്റെ സമയം നീ അവന് വേണ്ടി ചെലവാക്കിയില്ല. സമയം
അച്ഛാ എന്തുപറ്റി? എല്ലാവരും കൂടി എന്താ? എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് മോനെ. എന്ത് കാര്യം? അതും എന്നോട്? മോനെ, ഞങ്ങൾ നിന്നോട് സംസാരിക്കാൻ വന്നതാ. ഹേ ടീൻസ്, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങളിത് എന്ത് ഭാവിച്ചാ? ഞങ്ങളെല്ലാവരും നിന്നെ സഹായിക്കാൻ വന്നിരിക്കുക. സഹായിക്കാനോ? യെസ്. പക്ഷെ എനിക്കിപ്പോ സഹായമൊന്നും ആവശ്യമില്ല. കരൺ, നിനക്ക് ഹെൽപ്പ് വേണം നിന്റെ ഡ്രഗ് അഡിക്ഷന് വേണ്ടിയിട്ട്. ഡോക്ടർ തന്നെ ഞങ്ങളോട് പറഞ്ഞതാ റീഹാബ് സെന്ററിൽ പോവാണെങ്കിൽ നിനക്കെല്ലാം ശരിയാവുമെന്ന്. മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെ തന്നെയുണ്ട്. ട്രസ്റ്റ് മീ. എനിക്കൊരു റീഹാബ് സെന്ററിലും പോടാ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്ത് പറയും? പിന്നെ ഡാഡിന്റെ ഓഫീസിലുള്ള ആളുകളൊക്കെ എന്ത് പറയും? വിക്രാന്ത് മെഹ്റയുടെ മകൻ ഇപ്പോ റീഹാബ് സെന്ററിലാണെന്നോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കരൺ, ഇത് തികച്ചും നോർമലാണ്. ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. ട്രസ്റ്റ് മീ. ഇല്ല, ഞാൻ എങ്ങോട്ടും പോവില്ല. എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ഓക്കെയാണ്. കരൺ, മോം, എനിക്കൊരു കുഴപ്പമില്ല. കരൺ, റിലാക്സ്. എന്റെ തെറ്റുകൾ നീ മനസ്സിലാക്കുന്നില്ലേ? അതൊക്കെ സത്യമാണ്. ഐ ആം റിയലി സോറി. ഞാൻ നിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തില്ല. പക്ഷെ അതിനുവേണ്ടി നിന്റെ അച്ഛനെ ഇതിനു മാത്രം ശിക്ഷിക്കല്ലേ മോനെ, പ്ലീസ്. ഒരു പക്ഷേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടാവില്ല. എനിക്ക് നിന്നെ എന്തിഷ്ടമാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലായിരിക്കും. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാടാ. എനിക്ക് എന്റെ കൺമുമ്പിൽ നിന്റെ ജീവിതം എങ്ങനെ നശിപ്പിക്കുന്നത് എനിക്ക് കാണാൻ പറ്റുന്നില്ലടാ. സോ പ്ലീസ് എനിക്ക് വേണ്ടി, നിന്റെ അമ്മയ്ക്ക് വേണ്ടി, ഞങ്ങളെല്ലാവർക്കും വേണ്ടി നീ റീഹാബ് സെന്ററിലേക്ക് പോകണം. നോക്ക്, ഞാൻ കേണപേക്ഷിക്കുക. ഞങ്ങളൊന്ന് വേദനിപ്പിക്കാതറാ ഡാഡ്. പ്ലീസ്. എന്റെ പൊന്നു മോനെ, നിനക്ക് വല്ലതും സംഭവിച്ച പിന്നീട് ഞാൻ ഒക്കെ അവസാനിക്കൂടാ. ഫിനിഷ്ഡ്. എന്റെ ജീവിതവും ഇല്ലാതാവും മോനെ. Dad. സോ പ്ലീസ് പറയുന്നത് കേക്കടാ. Dad, എനിക്ക് വേണ്ടി ഇത് നീ ചെയ്യൂലേ? ഡാഡ്, ഞാൻ പോവാം. ലവ് യു ഡാഡ്. ഐ ലവ് യു മോനെ. താങ്ക് യു വെരി മച്ച് മോനെ. താങ്ക് യു. മോനെ, കരൺ, ഇത് അമിത്, നിന്റെ കൗൺസിലറാണ്. ഇയാൾ നിന്നെ നന്നായിട്ട് നോക്കും. ഹലോ കരൺ, നീ ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മളിവിടെ സുഹൃത്തുക്കളാണ്. ഹായ്. അത് മാത്രല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിന്നെ കാണാൻ വരും. സോ നത്തിങ് ടു വറി. ഓക്കെ? ടീൻസ്, എല്ലാം ശരിയാവും. ഡോണ്ട് വറി.
പ്ലീസ് പാപ്പ. ഹേയ് കരൺ, നീ ധൈര്യമായിട്ട് സ്ട്രോങ് ആയിട്ടിരിക്കണം. നിനക്കിത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം. ഉറപ്പായും വിജയത്തിന്റെ പാതയിൽ കൂടി മാത്രമേ നീ പോവുകയുള്ളൂ. നിന്റെ വിൽ പവറും ആത്മവിശ്വാസവും കൈവിടാൻ പാടില്ല. നിങ്ങൾ കൗൺസിലർ അല്ലേ? നിങ്ങൾക്ക് ഇതൊക്കെ പറയുന്നത് വളരെ ഈസി ആയിരിക്കും. എൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? എനിക്കെല്ലാം അറിയാം. കാരണം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു റീഹാബിലിറ്റേഷൻ സെന്ററിൽ നിന്നെപ്പോലെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞവനാണ് ഞാൻ. ഇപ്പോൾ ദാ എന്നെ കണ്ടില്ലേ? ട്രസ്റ്റ് മീ, എനിക്ക് കഴിയുമെങ്കിൽ ഉറപ്പായും നിനക്കും കഴിയും. മോം, ഡാഡ്, മോം, ടീൻ, താങ്ക് യു സോ മച്ച്. നിങ്ങളെല്ലാവരുമാണ് എന്നെ രക്ഷിച്ചത്. ഇനി ഞാൻ റഷ്യയെ രക്ഷപ്പെടുത്താൻ എല്ലാ ശ്രമങ്ങളും നടത്തും. ബൈ ദ വേ, അവനെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? Nothing can stop me, I'm dead right. Nothing can stop me, I'm dead, dead. അവന്റെ അച്ഛൻ്റെ അമ്മയുടെ സ്ഥിതി എന്തായിരിക്കുമെന്ന് എനിക്ക് ഓർക്കാൻ പോലും വയ്യ. മോം, ഞാൻ അമ്മയ്ക്ക് പ്രോമിസ് ചെയ്യാം, ഞാൻ കാരണം നിങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവില്ല. കരൺ, നീ ചെയ്ത കാര്യം അത്ര ഈസിയൊന്നുമല്ല. പക്ഷെ നീ ചെയ്തു. താങ്ക് യു ഡാഡ്. ഐ എം സോ പ്രൗഡ് ഓഫ് യു. ആ കരൺ അങ്ങനെ പീഡിയാട്രീഷ്യൻ, സ്പെഷ്യലിസ്റ്റ്, പിന്നെ കുടുംബത്തിന്റെ പിന്തുണയോടെ ഈ ഡ്രഗ് അഡിക്ഷൻ എന്ന അപകടത്തിൽ നിന്നും പുറത്തേക്ക് വന്നു. അതുപോലെ ഈ ലോകത്തിലുള്ള ഒരുപാട് ചെറുപ്പക്കാരെ നമുക്ക് ഡ്രഗ് അഡിക്ഷനിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ കഴിയും. അതിന് നമ്മൾ ചെയ്യേണ്ടത് അവർക്ക് കൃത്യസമയത്ത് നേർവഴി കാണിച്ചു കൊടുക്കുക. मैं शुक्रिया कहना चाहती हूँ to IAP and the child specialists that work with them. Their experience and knowledge have helped keep our children healthy and will continue to do so. After all, it's the little hands of today that will shape the world of tomorrow.